الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാണ്. ബദലുമായി ബന്ധപ്പെട്ട് ബദലാണ് ഈ അധ്യായം. അപ്പോൾ ബാക്കി ചെയ്യാം. ഇനി അഞ്ചാമത്തെ ഇൻഷാ അല്ലാ. അപ്പോൾ ബാഗിൻ്റെ ചിത്രമാണ്. അപ്പം ബാഗിന് ഹക്കീബത്തുൻ എന്നാണ് അറബി ഭാഷയിൽ പറയാം. അപ്പോൾ ഹക്കീബത്തുൻ എന്ന് പറഞ്ഞാൽ മുഅന്നസ്, സ്ത്രീലിംഗം. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മളുടെ ജുംലകൾ. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, പിന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യത്തെ ചിത്രം ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? ലിമൻ ഹാദിഹിൽ ഹക്കീബത്തി. ലിമൻ ഹാദിഹിൽ ഹക്കീബ. ലിമൻ ഹാദിഹിൽ ഹക്കീബ. ഈ ബാഗ് ആരുടേതാണ്? അപ്പോൾ അങ്ങനെ ആൻസർ പറയാം. ഹാദിഹിൽ ഹക്കീബത്തു ലിൽ മുദർരിസി. ഹാദിഹിൽ ഹക്കീബത്തു ലിൽ മുദർരിസി. ഈ ബാഗ് അധ്യാപകൻ്റെതാണ്. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, അൽ ഹക്കീബത്തു ബദൽ, ലിൽ മുദർരിസി ജാറും വ മജ്റൂർ, ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, ആരംഭിക്കുന്ന ഇസ്മ. അതിനുശേഷം അൽ ഹക്കീബത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ബദൽ. അതിൻ്റെ അടയാളം എന്തായിരിക്കണം? മർഫൂ. കാരണം ഹാദിഹി മുബ്തദഉൻ മർഫൂ ആണ്. അപ്പോൾ അൽ ഹക്കീബത്തു എന്തായിരിക്കണം? മർഫൂ. പിന്നെയാണ് ഖബർ വരാം. അൽ ഹക്കീബത്തു ഖബറല്ല, ബദലാണ്. ഈ ബാഗിന്നേ വന്നിട്ടുള്ളൂ. ഒരു പൂർണ്ണമായ വാക്യമായിട്ടില്ല. അധ്യാപകൻ്റേതാണ്. അപ്പോഴാണ് പൂർണ്ണമായ വാക്യാകുക. അപ്പോൾ ലി ഹർഫുജർ, അൽ മുദർരിസി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ, ശിബു ജുംല ഖബർ. ഇനി അടുത്ത് നോക്കൂ, കസേരയാണ്. അൽ കുർസിയു. അപ്പോൾ മുസക്കറാണ്, സ്ത്രീലിംഗമല്ല, പുല്ലിംഗാണ്. അപ്പോൾ ഹാദ. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതാം? ലിമൻ ഹാദൽ കുർസിയു. ലിമൻ ഹാദൽ കുർസിയു. ഈ കസേര ആരുടേതാണ്? അപ്പോൾ ഹാദൽ കുർസിയു ലി അമ്മാറിൻ. അമ്മാറിൻ്റെതാണ് ഈ കസേര. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, അൽ കുർസിയു ബദൽ, ലി ഹർഫുജർ, അമ്മാറിൻ ഇസ്മ മജ്റൂർ. അല്ലേ, ലി ഹർഫുജർ വന്ന ഉടനെ എന്തായിരിക്കണം? അടുത്തത് ഇസ്മ മജ്റൂർ. അപ്പോൾ ജാറും വ മജ്റൂർ, ശിബു ജുംല ഖബർ. അടുത്ത നോക്കൂ ചിത്രം, പെടക്കോഴി. ദജാജത്തുൻ. അപ്പോൾ സ്ത്രീലിംഗാണ്, മുഅന്നസ്. അപ്പോൾ ഹാദിഹി. അപ്പോൾ ലിമൻ ഹാദിഹി ദജാജത്തു. ഈ പെടക്കോഴി ആരുടേതാണ്? ഹാദിഹി ദജാജത്തു ബിൻതുൽ ഫല്ലാഹി. ഈ പെടക്കോഴി കൃഷിക്കാരൻ്റെ മകളുടേതാണ്. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, അദ്ദജാജത്തു ഖബർ. ബദൽ. ബദൽ. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, അദ്ദജാജത്തു അലിഫ്ലാമിട്ട ഇസ്മാണ് ഹാദിഹിക്ക് ശേഷം. അപ്പോൾ അത് ഖബറല്ല, ബദലാണ്. ബിന്തു ഖബർ. വഹുവ മുലാഫ്. കാരണം എന്താ? കൃഷിക്കാരൻ്റെ മകൾ, പെൺകുട്ടി, മകളുടെ നിന്ന കൃഷിക്കാരൻ്റെ മകൾ. അപ്പോൾ ബിന്തു ഖബർ, വഹുവ മുലാഫ്, അൽ ഫല്ലാഹി മുലാഫിലെ മജ്റൂർ. കാരണം ഇന്ത്യന്ന് വന്നല്ലോ. അപ്പോൾ കൃഷിക്കാരൻ്റെ മകളുടേതാണ് ഈ പെടക്കോഴി. അടുത്ത നോക്കൂ, വാച്ച്. അപ്പോൾ അസ്സാഅത്തു. വാച്ച് അപ്പോൾ എന്താ? സ്ത്രീലിംഗം, മുഅന്നസ്. അപ്പോൾ ഹാദിഹി. അപ്പോൾ ലിമൻ ഹാദിഹി സാഅത്തു. ഈ വാച്ച് ആരുടേതാണ്? ഹാദിഹി. ഉത്തരം എന്താ പറയുക? ഹാദിഹി സാഅത്തു ലി ഇബ്നിൽ മുദീരി. മാനേജറുടെ മകൻ്റെതാണ് ഈ വാച്ച്. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, അസ്സാഅത്തു ബദൽ. കാരണം ഹാദിഹിക്ക് ശേഷം അലിഫ്ലാമിട്ട ഇസ്മ വന്നു. അപ്പോൾ അത് ബദൽ. ലി ഇബ്നിൽ മുദീരി, മാനേജറുടെ മകൻ്റെതാണ്. ലി ഇബ്നി എന്ന് പറഞ്ഞാൽ മകൻ്റെ. കാരണം ലീ വന്നു. ഇബ്നു എന്ന് പറഞ്ഞാൽ മകൻ. ലി ഇബ്നി എന്ന് പറഞ്ഞാൽ മകൻ്റെ. അപ്പോൾ ലീ എന്താ? ഹർഫുജർ. അപ്പോൾ ഇബ്നു എന്തായിരിക്കണം? ഇബ്നി, കസറായിരിക്കണം. കാരണം ഹർഫുജർ കഴിഞ്ഞാൽ ഇസ്മ മജ്റൂർ തന്നെ ആയിരിക്കണം, വേറെ ഒന്നും വരില്ല. ഓക്കെ. അപ്പോൾ ലി ഹർഫുജർ, ഇബ്നി ഇസ്മ മജ്റൂർ.
ജാറും വ മജ്റൂർ, ഷിബു ജുംല ഖബർ. പിന്നെ ഇവൻ എന്തും കൂടിയാണ്? മുദീറിൻ്റെ മകൻ. അപ്പോൾ ഇവൻ എന്തും കൂടിയാണ്? വഹുവ മുലാഫ്, മുലാഫാണ്. അപ്പോൾ അൽ മുദീരി എന്താ? മുലാഫിൽ മജ്റൂർ. കാരണം മുലാഫ് കഴിഞ്ഞാൽ പിന്നെ മുലാഫിൽ മജ്റൂർ, മുദീറിൻ്റെ മകൻ. അടുത്തത് നോക്കൂ, വീടാണ് ചിത്രം. അൽ ബൈത്തു. അൽ ബൈത്തു നമുക്കറിയാം മുദക്കറാണ്, മുഅന്നസ് അല്ല. അപ്പോൾ ലിമൻ ഹാദൽ ബൈത്തു, ഈ വീട് ആരുടേതാണ്? ഹാദൽ ബൈത്തു ലി തബീബി, ഈ വീട് ഡോക്ടറുടേതാണ്. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, അൽ ബൈത്തു ബദൽ, ലി ഹർഫുജർ, അത്ത് തബീബി ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല ഖബർ. അപ്പോൾ ലീ വന്നു, അത്ത് തബീബി വന്നു, അപ്പോൾ ഡോക്ടറുടേത്. പക്ഷെ ഇവിടെ ലീ എന്താണ്? ഹർഫുജർ. അപ്പോൾ ഡോക്ടറുടേതെന്ന് പറയാൻ ലീ വന്നാൽ ഹർഫുജർ. അപ്പോൾ ഹർഫുജറിന് ശേഷം തബീബ് എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ. അപ്പോൾ ലി തബീബി, ജാറും വ മജ്റൂർ, ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ, ശിബു ജുംലയായിട്ട് വരുന്നത്. അടുത്ത ചിത്രം നോക്കൂ, സ്പൂണിൻ്റെതാണ്. മിൽ അഖത്തുൻ, സ്പൂൺ സ്ത്രീലിംഗാണ്, മുഅന്നസ്. അപ്പോൾ ലിമൻ ഹാദിഹിൽ മിൽ അഖത്തു, സ്ത്രീലിംഗായതുകൊണ്ട് ഹാദിഹി. ലിമൻ ഹാദിഹിൽ മിൽ അഖത്തു, ഈ സ്പൂൺ ആരുടേതാണ്? ലിമൻ നമ്മൾ പഠിച്ചതാണ് ആരുടെ. അപ്പോൾ ഹാദിഹിൽ മിൽ അഖത്തു ലി ത്വാലിബി, ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, വിദ്യാർത്ഥിയുടേതാണ് ഈ സ്പൂണ്. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, അൽ മിൽ അഖത്തു ബദൽ, മർഫൂ ആയിരിക്കണം, കാരണം ഹാദിഹി മർഫൂ ആണ് മുബ്തദ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ബദലും എന്തായിരിക്കണം? അൽ മിൽ അഖത്തു മർഫൂ ആയിരിക്കണം, ലമ്മത്തായിരിക്കണം. ലി ത്വാലിബി, വിദ്യാർത്ഥിയുടേതാണ്. അപ്പോൾ ലീ വന്നു, അപ്പോൾ ത്വാലിബിൻ്റെ അടയാളം എന്തായിരിക്കണം? ലി ത്വാലിബി, കസറായിരിക്കണം. ലി ഹർഫുജർ, അത്ത് ത്വാലിബി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ, ശിബു ജുംല ഖബർ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. അടുത്ത എക്സസൈസ് ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ആലോചിക്കാൻ, പഠിക്കാൻ, ആലോചിച്ച് പഠിക്കാൻ. അൽ ബൈത്തു, അതിന് ശേഷം ആ ബൈത്തിൻ്റെ മുമ്പ് ഫീ വന്നാൽ എന്താവും? ഫിൽ ബൈത്തി. കാരണം ഫീ വന്ന ഹർഫുജർ വന്ന അൽ ബൈത്തു എന്താവും? അൽ ബൈത്തി. അപ്പോൾ ഫിൽ ബൈത്തി, അപ്പോൾ ഇസ്മു മജ്റൂറാവും. ഇനി മിന്നു വന്നാലോ? മിന്നു വന്നാലും അങ്ങനെ തന്നെ. അൽ ബൈത്തു എന്താവും? മിനൽ ബൈത്തി, വീട്ടിൽ നിന്ന്. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. ഹർഫുജർ വന്ന അൽ ബൈത്തു അല്ല, അല്ലെങ്കിൽ ഏത് ഇസ്മു ലമ്മത്തുള്ള ഇസ്മു എന്താവും? അത് കസറത്താവും. ഫീ വന്ന, മിൻ വന്ന, ഇല വന്ന, അല വന്ന, ബി വന്ന, ലീ വന്ന, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ ഹർഫുജറുകളാണ്. ബി, ലാം, ലീ. അടുത്ത് നോക്കൂ, അടുത്ത 3 പദങ്ങളും നമ്മൾ ഇൻഷാ അല്ലാ പിന്നെ പഠിക്കും. അത് ഹർഫ് ജർ വന്നാലും പിന്നെ കസറായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ട് എന്ന് നമ്മൾ ഇൻഷാ അല്ലാ പിന്നെ പഠിക്കും. ഇവിടെ ഈ വാക്കുകളൊന്ന് പരിചയപ്പെട്ടാൽ മതി. ഇങ്ങനത്തെ വാക്കുകൾ വരുമ്പം, ഇപ്പോൾ ആദ്യത്തെ ഉദാഹരണത്തിൽ അൽ മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ്. അതിൻ്റെ അവസാനത്തെ അക്ഷരം നോക്കൂ, പുള്ളിയില്ലാത്ത യാ ആണ്. പുള്ളിയില്ലാത്ത യാ അലിഫാണ്, യാ അല്ല. പുള്ളിയില്ലാത്ത യാ അലിഫാണ്. അൽ മുസ്തഷ്ഫ എന്നാണ് വായിക്കാം. അപ്പോൾ ഫീ വന്നപ്പോൾ എന്തായി? ഫിൽ മുസ്തഷ്ഫ. അങ്ങനെ തന്നെ ആയി. ഫിൽ മുസ്തഷ്ഫി എന്നല്ല, പിന്നെയോ ഫിൽ മുസ്തഷ്ഫ. മിന്നു വന്നപ്പോഴോ മിനൽ മുസ്തഷ്ഫ. ഇല വന്നപ്പോഴോ ഇലൽ മുസ്തഷ്ഫ. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കസറ് വരുന്നില്ല എന്ന് നമ്മൾ ഇൻഷാ അല്ലാ പിന്നെ പഠിക്കും. അതേപോലെ അടുത്തത് നോക്കൂ, അംരീക്ക, ഒരലിഫാണ് കാണുന്നത്. അപ്പോൾ ഫീ വന്നപ്പം ഫീ അംരീക്കി എന്നായോ? ഇല്ല, ഫീ അംരീക്ക എന്ന് തന്നെ. മിന്ന് വന്നപ്പോഴോ മിൻ അംരീക്ക എന്ന് തന്നെ. ഇല വന്നപ്പോഴോ ഇല അംരീക്ക എന്ന് തന്നെ. അതുപോലെ മുകളിൽ മുസ്തഷ്ഫിയും ഫിൽ മുസ്തഷ്ഫി എന്ന് വന്നില്ല, മിനൽ മുസ്തഷ്ഫി എന്ന് വന്നില്ല, ഇലൽ മുസ്തഷ്ഫി എന്ന് നമ്മൾ വായിക്കുകയോ എഴുതുകയോ ചെയ്തില്ല. പിന്നെയോ ഫിൽ മുസ്തഷ്ഫ, മിനൽ മുസ്തഷ്ഫ, ഇലൽ മുസ്തഷ്ഫ. അതേപോലെ ഫി അംരീക്ക, മിൻ അംരീക്ക, ഇല അംരീക്ക. ഇനി അവസാനത്തെ നോക്കൂ, അൽമാനിയ, ജർമ്മനി. അതെന്തായി? ഫി അൽമാനിയ, ഫി അൽമാനി എന്നായില്ല. അതേപോലെ മിൻ അൽമാനിയ, ഇല അൽമാനിയ.
അപ്പോൾ ഇങ്ങനത്തെ കുറേ പദങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാ നമ്മൾ പിന്നെ പഠിക്കും. ഇപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് പരിചയപ്പെടാം. ഇങ്ങനത്തെ പിന്നെ ഇസ്മു മജ്റൂർ കസറല്ലാതെ എഴുതുന്ന ഒരവസ്ഥ വായിക്കുമ്പോഴും. ബാറക്കല്ലാഹു ഫീക്കും.